ബന്ധങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന ആധുനിക യുഗത്തിൽ ശിഥിലമാകുന്ന ബന്ധങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. ആമുഖഭാഷണം നീട്ടാതെ വിഷയത്തിലേക്ക് കടക്കുന്നതായിരിക്കും എനിക്കും നിങ്ങൾക്കും കൂടുതൽ ഉപകാരപ്രദമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. നീണ്ട 10 ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ സദസ്സ് അള്ളാഹു പൊരുത്തപ്പെടുന്ന ഒരു വേദിയാക്കുകയും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബന്ധങ്ങളിൽ വന്നുപോകുന്ന അപാകതകൾ, അറ്റുപോകുന്ന കണ്ണികൾ വിളക്കിച്ചേർക്കാനുള്ള ഒരു സുവർണാവസരം ഈ സദസ്സുകൊണ്ട് ലഭിക്കുകയും ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടുകൂടെ വിഷയത്തിലേക്ക് കടക്കാം. ശിഥിലമാകുന്ന ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ ബന്ധങ്ങൾക്ക് ഇസ്ലാം നൽകിയ പ്രസക്തിയെക്കുറിച്ചാണ് പ്രഥമമായി നാം ചർച്ച ചെയ്യേണ്ടത്. പ്രസംഗം ഇൻഷാ അല്ലാഹ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഇസ്ലാമും ബന്ധങ്ങളും, ബന്ധങ്ങൾക്ക് ഇസ്ലാം നൽകിയ പ്രാധാന്യമെത്ര എന്നതാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് നാളെ തൊട്ടാണ് നമ്മൾ വിഷയത്തിന്റെ ആ ത്രില്ലിലേക്ക് നമ്മൾ കടക്കണമെങ്കിൽ നാളെ തൊട്ടേ നമുക്ക് കടക്കാൻ കഴിയൂ. നാളെയും മറ്റന്നാളും ബന്ധങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നാം മെച്ചപ്പെടുത്തേണ്ട മാതാപിതാക്കളുമായുള്ള ബന്ധം. തൊട്ടു 2 ദിവസം ദാമ്പത്യബന്ധം, തൊട്ടടുത്ത ദിവസങ്ങളിൽ സന്താന പരിപാലനത്തെക്കുറിച്ചും, ഒരു ദിവസം അയൽക്കാരോടുള്ള ബന്ധത്തെക്കുറിച്ചും, 2 ദിവസം കൂട്ടുബന്ധത്തെക്കുറിച്ചും, ഇങ്ങനെ 5 ബന്ധങ്ങളാണ് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മനുഷ്യനെന്ന നിലക്ക്, സാമൂഹ്യ ജീവിയായ മനുഷ്യനെന്ന നിലക്ക് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ബന്ധം. മറ്റു ജീവികൾക്കില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് മനുഷ്യൻ മരിക്കുന്നതുവരെ അവന്റെ ബന്ധം കാത്തുസൂക്ഷിക്കുന്നു എന്നത്. എന്താണ് അതിന്റെ കാരണം? മനുഷ്യൻ വളരെ 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 ദുർബലനാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയുണ്ടായി, ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് വളരെ ദുർബലനായിട്ടാണ് എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയെങ്കിൽ, മനുഷ്യേതര ജന്തുക്കളിൽ നിന്ന് മനുഷ്യനല്ലാത്ത മറ്റു ജീവികൾ, മൃഗങ്ങൾ, അവയിൽ നിന്ന് മനുഷ്യനെ വ്യതിരിക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവന്റെ ദൗർബല്യം. എന്ന് പറഞ്ഞാൽ മനുഷ്യന് വളരെ ദുർബലനാണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് വിളിക്കാൻ മനുഷ്യ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും കഴിയില്ല. അവൻ ടെക്സ്റ്റൈൽസിലും അതുപോലെ അരിക്കടയിലും പലചരക്ക് കടയിലുമൊക്കെ അവൻ കയറിയിറങ്ങേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ബന്ധങ്ങൾ അത്ര പ്രസക്തമല്ലാതെയായി പോയത് മറ്റു മൃഗങ്ങളുടെ വിഷയത്തിൽ, മറ്റു ജീവികളുടെ കാര്യത്തിൽ. എങ്കിൽ ഇവിടെ എന്റെ കൂട്ടുകാർ ചിന്തിക്കേണ്ടത്, അല്ലാഹു തആല നമുക്ക് സ്വന്തം നിലനിൽപ്പില്ല എന്ന കാരണം കൊണ്ട് തന്നെ ടെക്സ്റ്റൈൽസുകാരന് ജ്വല്ലറിക്കാരനും, ജ്വല്ലറിക്കാരൻ ടെക്സ്റ്റൈൽസുകാരനോടും, മാംസക്കച്ചവടക്കാരൻ അങ്ങേപുറത്തുള്ള മത്സ്യക്കച്ചവടക്കാരനോടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര ധാരണയില്ലാതെ ഒരിക്കലും ജീവിക്കാൻ സാധ്യമല്ല എന്നതുകൊണ്ടാണ് മനുഷ്യന് അങ്ങോട്ടും ഇങ്ങോട്ടും
കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് അവന്റെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിച്ച് ചെയ്താലല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് മനുഷ്യന്റെ ഈ ദൗർബല്യം തീർക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ച ഒരു മാർഗമുണ്ട്. അതേതാണ്? നമുക്ക് അല്ലാഹു തആല ചെയ്തു തന്ന ഏറ്റവും വലിയൊരു മാർഗം. അത് നമ്മുടെ ദൗർബല്യമുണ്ട് എന്ന് കരുതി നമ്മൾ ഒരിക്കലും ദുർബലരല്ല. മറ്റു വസ്തുക്കളെക്കാൾ നമുക്ക് അല്ലാഹു ആദരവ് നൽകിയിട്ടുണ്ട്. പക്ഷെ അതേ അല്ലാഹു തന്നെ പറയുന്നു മനുഷ്യൻ വളരെ ദുർബലനാണ്. ആ ദൗർബല്യം തീർക്കാനാണ് അല്ലാഹു നമുക്ക് നാക്കു തന്നത്. കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ആവശ്യമുള്ളത് തന്റെ സുഹൃത്തിനോട് പറയാൻ സംസാരശേഷി അല്ലാഹു തന്നു. മനുഷ്യന് ഭയാൻ, വിവരണശേഷി പഠിപ്പിച്ചത് അല്ലാഹുവാണ് എന്ന് അല്ലാഹു തആല തന്റെ വിശുദ്ധ ഖുർആനിൽ അവകാശപ്പെടുകയുണ്ടായി. അല്ലമഹുൽ ബയാൻ. മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണത്. മറ്റു ജീവികൾക്ക് ഏറെക്കുറെ ഇതിന്റെ ആവശ്യമില്ല എന്നതുകൊണ്ടാണ്. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ബന്ധങ്ങളുടെ കണ്ണികൾ ഒരിക്കലും മറ്റുപോവാൻ പാടില്ല. ഈ ബന്ധങ്ങള് നാം ഇവിടെ സംസാരിക്കുന്നത് ഒരു വിശാലമായ ബന്ധത്തെക്കുറിച്ചാണ്. 3 തരം ബന്ധങ്ങളാണ് ബന്ധങ്ങളുടെ കൂട്ടത്തിലുള്ളത്. 1 കുടുംബ ബന്ധം, 2 അയൽപക്ക ബന്ധം, 3 കൂട്ടുബന്ധം. ഇങ്ങനെ 3 ബന്ധങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കുടുംബക്കാർ, അയൽക്കാർ, കൂട്ടുകാർ. ഇതിൽ ആദ്യം പറഞ്ഞ 3 ബന്ധങ്ങളിൽ പ്രഥമമായി നമ്മൾ പറഞ്ഞ ബന്ധങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നതാണ് കുടുംബ ബന്ധം. ഇൻഷാ അല്ലാഹ് അത് വിശാലമായി നമ്മൾ ചർച്ച ചെയ്യും. മാത്രമല്ല 10 ദിവസം ഉള്ളത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഏറെക്കുറെ നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയും. എങ്കിൽ 2 ബന്ധങ്ങളെക്കുറിച്ച് പലപ്പോഴും നമ്മുടെ സ്റ്റേജുകളിൽ പ്രഭാഷണങ്ങൾ വരാറില്ല. അയൽപക്ക ബന്ധം തീരെ നമ്മൾ പരാമർശിക്കപ്പെടാതെ പോവുകയാണ്. മാതാപിതാക്കൾ, ഭാര്യ ഭർത്താക്കന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, മക്കൾ, ഇതൊക്കെ പലപ്പോഴും ചർച്ച ചെയ്താലും അയൽക്കാരോടുള്ള ബാധ്യതയെക്കുറിച്ച് പലപ്പോഴും പറയാറില്ല. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയൽവാസിയെക്കുറിച്ച് സംസാരിച്ചിട്ട് സഹാബാ കിറാം പറഞ്ഞു, അവന് അനന്തരമടക്കം ഉണ്ടാകുമോ എന്ന് ഞങ്ങൾ ധരിച്ചുപോയി. റസൂലുള്ളാഹിയുടെ വിഷയാവതരണം കേട്ടിട്ട് ഞങ്ങളുടെ സ്വത്തിൽ അവൻ അനന്തരമുണ്ടാകുമോ എന്ന് പോലും ചിന്തിച്ചുപോയി. ഇൻഷാ അല്ലാഹ് പൊള്ളുന്ന ഹദീസുകൾ, നമ്മുടെയൊക്കെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ തട്ടുന്ന ഹദീസുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് കൂട്ടായിരുന്ന് ചർച്ച ചെയ്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു മാറ്റം വരുമോ എന്ന് നോക്കാം. ഈ ദിവസങ്ങളിൽ ഇതിവിടെ പരാമർശിക്കുമ്പോൾ എന്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, മാതാപിതാക്കളെ പറയുമ്പോഴും അതുപോലെ ദാമ്പത്യബന്ധം പറയുമ്പോഴും സന്താന പരിപാലനം പറയുമ്പോഴും കൂട്ടുബന്ധം പറയുമ്പോഴും അയൽപക്ക ബന്ധം പറയുമ്പോഴും ഒക്കെ കുറെ ആളുകൾക്ക് ഈ വിഷയം തലക്കു പിടിച്ചേക്കാം. എന്നോട് ക്ഷമിക്കണം. നമ്മൾ ആദ്യം തീരുമാനിച്ചൊരു വിഷയമാണ്. ഈ ഇരിക്കുന്ന പലരിലും എന്ന് പറഞ്ഞാൽ ഞാനടക്കമുള്ള എല്ലാവരുടെയും രോഗമായിരിക്കും. അപ്പറയുന്നത് എന്നെ പറ്റിയാണ്. അത് കൂടുതൽ വിശദീകരിക്കരുത് എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ എല്ലാ ഭാഗങ്ങളും പറയും. കാരണം സത്യസന്ധമായ ഒരു വിലയിരുത്തൽ എന്താണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത് എന്ന് മനസ്സിലാക്കി നമുക്കൊക്കെ മുസ്ലിമീങ്ങൾ എന്ന് പറയാനുള്ള അവകാശമുണ്ടോ എന്ന് ചിന്തിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് ഇൻഷാ അല്ലാഹ് ബന്ധങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. 3 ബന്ധങ്ങളിലും അറ്റുപോകുന്ന കണ്ണികള്, ആ കണ്ണികളെ ബന്ധിപ്പിക്കുന്നതിൽ ഇസ്ലാം ബദ്ധശ്രദ്ധ പുലർത്തിയത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെയെങ്കിലും ഒരു സ്ഥലത്തല്ല, എല്ലാ വിഷയങ്ങളിലും. കുടുംബ ബന്ധം എന്നല്ല, ബന്ധങ്ങൾ. കുടുംബബന്ധം പിന്നീട് എടുക്കാം. ബന്ധങ്ങൾ പൊട്ടിപ്പോകുന്നത് ഇസ്ലാം വളരെ ഗൗരവത്തോടെ കണ്ടിട്ടുണ്ട്. ബന്ധങ്ങൾ പാഠവശളായിക്കൊണ്ടിരിക്കുന്ന വർത്തമാന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ദശദിന പ്രഭാഷണം സംഘടിപ്പിച്ചതെന്നത് ഈ വേദിയുടെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബന്ധങ്ങൾ വളരെ അത്യാവശ്യമാണ്. എവിടെയൊക്കെയാണ് മാതാപിതാക്കൾക്ക് മക്കളോട്, മക്കൾക്ക് മാതാപിതാക്കളോട്, ഭാര്യക്ക് ഭർത്താവിനോട്, ഭർത്താവിന് ഭാര്യയോട്, അയൽവാസിക്ക് അയൽവാസിയോട്, കൂട്ടുകാരന് കൂട്ടുകാരനോട്, കൂട്ടുകാരിക്ക് കൂട്ടുകാരിയോട്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഇസ്ലാം ഒരുപാട് ചിട്ടകളും എങ്ങനെ പെരുമാറണം എന്നതിന് ചില നിയമങ്ങളും ചിട്ടകളും ഒക്കെ വിശുദ്ധ ഇസ്ലാം നിയമിച്ചിട്ടുണ്ട്. ആ നിയമവലയത്തിൽ ഇവൻ ജീവിക്കുന്നുവെങ്കിൽ ഒരു പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ല. നല്ല സ്നേഹത്തിലും പൊരുത്തത്തിലും സന്തോഷത്തിലും അവർക്ക് കഴിയാൻ കഴിയുമെന്ന കാര്യം ഉറപ്പാണ്. ഇതില്ലെങ്കിലോ അപകടം ചെയ്യും.
ഈ പറഞ്ഞ മേഖലകളിലൊക്കെ ഓരോരുത്തരും മറ്റുള്ളവരോട് സമീപിക്കേണ്ട സമീപനങ്ങളില്, അവരോട് നടത്തേണ്ട പെരുമാറ്റച്ചട്ടങ്ങളില് എല്ലായിടത്തും ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകൾ ജീവിതത്തിൽ പുലർത്തുകയാണ് വേണ്ടത്. നിസ്കാരം, ഇസ്ലാം, പരിശുദ്ധ ഇസ്ലാം ദീൻ ഒരിക്കലും നിസ്കാരത്തെക്കുറിച്ച്, നോമ്പിനെക്കുറിച്ച്, സകാത്തിനെക്കുറിച്ച്, സദഖയെക്കുറിച്ച്, ഹജ്ജിനെക്കുറിച്ച് ഈ ഒരു വിഷയം മാത്രമല്ല ഇസ്ലാമിലെ ചർച്ചാ വിഷയം. മറിച്ച് മനുഷ്യന് വളരെ അത്യാവശ്യമെന്ന് തോന്നുന്ന ഈ ബന്ധങ്ങൾ പൊട്ടിത്തകരരുതേ എന്നത് ഇസ്ലാമിന് ഏറ്റവും നിർബന്ധമുണ്ട്. പൊട്ടിത്തകരുന്ന ബന്ധങ്ങളെ വിലയിരുത്തിയത്, ആ ബന്ധങ്ങൾ പൊട്ടിച്ചു കളയുന്ന ആളുകളെ വിലയിരുത്തുന്നത് വിശുദ്ധ ഖുർആനിലെ വചനം നിങ്ങൾ കേൾക്കുക. എന്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഞാൻ ഓതി വെച്ച ആയത്ത്, الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل. വിശുദ്ധ ഖുർആൻ ഉണർത്തുകയുണ്ടായി, الذين ينقضون عهد الله من بعد ميثاقه. ആരാണോ അല്ലാഹുവിനോടുള്ള കരാറ്, പടച്ച റബ്ബിനോട് പിടിച്ച കരാറ്, ആ കരാറ് പറഞ്ഞുറപ്പിച്ചതിന്റെ ശേഷം അത് ലംഘിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ആലമുൽ അർവാഹിൽ വെച്ച് നമ്മളൊക്കെ അല്ലാഹുവിനോട് കരാറ് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ചുകൊള്ളാം, നീയാണ് റബ്ബി എന്ന് പൊരുത്തപ്പെട്ട് പടച്ച റബ്ബിനോട് ഈമാനിക കലിമത്ത് പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലാഹുവിനോട് നടത്തിയ കരാറ്, ഈ കരാർ ലംഘിക്കുന്ന വിഭാഗം നിസ്കാരത്തിലായാലും നോമ്പിലായാലും മറ്റു പെരുമാറ്റങ്ങളിലായാലും അല്ലാഹുവിനോടും റസൂലിനോടുമുള്ള അഹ്ദ് പൊട്ടിച്ചു കളഞ്ഞ ആളുകൾ മാത്രമല്ല, അല്ലാഹു തആല ചേർക്കാൻ വേണ്ടി കൽപ്പിച്ചതിനെ പൊട്ടിച്ചു കളയുന്നവർ, അവർ മുറിച്ചു കളയും. പടച്ച റബ്ബ് ചേർക്കണം, അറ്റുപോകുന്ന അകന്നുപോകുന്ന കണ്ണികൾ നിങ്ങൾ അടുപ്പിക്കണം, ചേർത്തു പിടിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ കൽപ്പിച്ച, അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയ ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ പൊട്ടിക്കുന്നവനാരാണോ, അങ്ങനെ വയുഫ്സിദൂന ഫിൽ അർളി, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി ജീവിക്കുന്നവർ, അല്ലാഹുവിന്റെ കരാർ ലംഘിച്ച് അവനോട് ചേർക്കണമെന്ന് പറഞ്ഞ ബന്ധങ്ങളെ അകറ്റി ഭൂമിയിൽ ഫിത്നയും ഫസാദുമായി നടക്കുന്നവർ, ഉലൈക ഹുമുൽ ഖാസിറൂൻ, അവർ അമ്പേ പരാജയപ്പെട്ടവരാണ്. സൂറത്തുൽ ബഖറയുടെ 27-ാമത്തെ വചനം. സൂറത്തുൽ ബഖറയുടെ 27-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല കുടുംബബന്ധം മുറിക്കുന്നതിന്റെ ഗൗരവത്തെക്കുറിച്ചാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മെ വളരെ ഗൗരവത്തോടുകൂടെ ഉണർത്തുന്നത്. കുടുംബബന്ധം എന്നല്ല, മൊത്തം ബന്ധം. വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ, ചേർക്കാൻ വേണ്ടി അല്ലാഹു കൽപ്പിച്ചത്, അത് കുടുംബബന്ധം മാത്രമല്ല, അയൽപക്ക ബന്ധമുണ്ട്, അതുപോലെ തന്നെ കൂട്ടുബന്ധമുണ്ട്. ചേർക്കാൻ കൽപ്പിച്ചതിനെ ചേർക്കാതെ ആ കണ്ണികൾ അറുത്തുകളയുന്നവൻ ആരാണോ അവൻ നഷ്ടപ്പെട്ടവരും പരാജയപ്പെട്ടവരുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ തറപ്പിച്ചുറപ്പിച്ചു പറയുന്നു. ഈ ബന്ധത്തില് ആദ്യമായി നമുക്ക് കുടുംബബന്ധം തൊട്ടു തുടങ്ങാം. നമ്മുടെ ചർച്ച ആരംഭിക്കുന്നത് നമുക്ക് അവിടെ നിന്നാവാം. കുടുംബബന്ധം തൊട്ട് തുടങ്ങി ഇൻഷാ അല്ലാഹ് അവസാനം കൂട്ടുബന്ധത്തിൽ നമ്മുടെ ചർച്ച നമുക്ക് അവസാനിപ്പിക്കുകയും ചെയ്യാം. കുടുംബബന്ധം ഇതൊരു മഹത്തായ അനുഗ്രഹമാണ്. അല്ലാഹു ഭൂമി ലോകത്ത് നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് കുടുംബബന്ധം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളും മക്കളും, മാതാപിതാക്കളും മക്കളും, ഉമ്മ ഉപ്പ മക്കൾ, മരുമക്കൾ, അമ്മായി ഉമ്മ, അമ്മോശൻ കാക്കമാര്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ബന്ധങ്ങൾ, മക്കൾ, പേരമക്കൾ, ഈ ബന്ധം അതിവിടെ നിലനിർത്തി നിർത്തി എന്നത് പടച്ച റബ്ബ് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എന്തേ കാരണം? ഭൂമി ലോകത്ത് ജീവിക്കുന്ന നമ്മുടെ ചാലകശക്തി കുടുംബം എന്ന രഹസ്യമാണ്. കുടുംബം എന്ന രഹസ്യം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ എന്റെ സദസ്സിലിരിക്കുന്ന കുറെ ബിസിനസ്സുകാർ നിങ്ങൾ ബിസിനസ് നടത്തില്ലായിരുന്നു. നല്ലപോലെ ചിന്തിക്കണം. അല്ലാഹു തആല വളരെ വലിയ അനുഗ്രഹമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. നിങ്ങളൊരു കുടുംബമായി ഞാൻ ഇവിടെ വസിപ്പിച്ചു എന്നതാണ്. ആകാശത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് നക്ഷത്രക്കൂട്ടങ്ങളെ കാണാം. അതേ രൂപത്തിൽ ഒരു കൂട്ടം മനുഷ്യരെ ഭൂമിയിൽ അല്ലാഹു ആദ്യം തന്നെ അങ്ങ് പടച്ചു വെച്ചിരുന്നെങ്കിൽ സംഗതി നടക്കുമായിരുന്നു. ഉമ്മാപ്പിൻ സൃഷ്ടമൊന്നുമില്ലാതെ അല്ലാഹുവിനതിന് കഴിയൂലേ? ആകാശത്ത് നക്ഷത്രങ്ങളെ മൊത്തമായി പടച്ചു വെച്ച റബ്ബിനും ഈ ഭൂമിയിലേക്ക് ആവശ്യമായ ജനവിഭാഗങ്ങളെ മൊത്തം അങ്ങ് സൃഷ്ടിച്ചവിടെ വെച്ചാൽ മതി.